ദ മഡ് ഹൗസ് മറയൂരിലെ രണ്ടാമത്തെ ദിവസം എണീറ്റത് പൊന്നുവിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് കേട്ടോ. ആരാണ് പൊന്നു എന്നല്ലേ? ദേ ഇതാണ് പൊന്നു, ഇവിടുത്തെ മെയിൻ ആളാണേ. ഇവിടുത്തെ ഒരാളായിട്ട് ഈ ഒരു കോമ്പൗണ്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാകും കേട്ടോ ആള്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയ പുട്ടും കടലയായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് ഒന്ന് പറയണേ. ഇനി ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയണ്ടേ? ഇവിടുന്ന് 1 മണിക്കൂർ നടന്നു പോകുമ്പോൾ ഒരു കിടിലൻ സ്പോട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കനാലിനെ ഫോളോ ചെയ്താണ് പോകുന്ന വഴി കിടിലൻ വ്യൂ ആയിരുന്നു കേട്ടോ. ഒരു സൈഡ് ഫുൾ കാടായിരുന്നേ. പോകുന്ന വഴി ഒരു ഒറ്റപ്പെട്ട മാനിനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇതാണ് ആ ഒരു സ്പോട്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തൊരു പീസ്ഫുൾ ആയിരുന്നെന്നോ. വെള്ളത്തിൻ്റെ ഒച്ചയും കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ സ്പോട്ട്. തിരിച്ച് നടന്നെത്തിയപ്പോഴേക്കും ഞങ്ങൾ മടുത്തായിരുന്നു. അപ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ള സമയമായിരുന്നേ. മടുത്ത് തളർന്നിരിക്കുമ്പോൾ ഒരു ഉഗ്ര സദ്യ കിട്ടുമ്പോഴുള്ളൊരു സുഖമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ചേച്ചിമാർ. എന്ത് കാര്യമായിട്ടാണ് നമ്മളെയൊക്കെ കെയർ ചെയ്യുന്നോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ചെറിയൊരു ഡ്രൈവിന് കാന്തല്ലൂർ വരെ പോയേ. പോകുന്ന വഴി മറയൂർ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന കണ്ട് വീട്ടിലേക്ക് 1 കിലോ മേടിച്ച് കാന്തല്ലൂരിൻ്റെ ലോക്കൽ ലൈഫൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു തണുപ്പത്ത് ക്യാമ്പ് ഫയർ കൂടി ആയപ്പോൾ ഉണ്ടല്ലോ, കിടിലം വൈബായിരുന്നു കേട്ടോ. എവിടെയെങ്കിലൊക്കെ സ്റ്റേക്കേഷൻ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ദ മഡ് ഹൗസ് മറയൂർ ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ബൈ.